നമസ്കാരം അമ്മേ. നമസ്കാരം ജോത്സരെ. നമസ്കാരം പണിക്കരെ. നമസ്കാരം. നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം വന്ന് പറഞ്ഞത് തന്നെ പറഞ്ഞ് കേട്ട് കേട്ട് ഇവിടെ എല്ലാവർക്കും ബോറടിച്ചു. ഈ കാര്യം പറയാനായിട്ട് വീട്ടിലേക്ക് വരേണ്ട ആവശ്യം എന്താ? ഒരു ഫോൺ വിളിച്ച് പറഞ്ഞാ പോരെ പണിക്കരെ? എന്നാലും ഇനി എത്ര കാലം ഈ കേടുവന്ന കാസറ്റ് പ്ലേ ചെയ്യും? കാവ്യെ തന്നെ കെട്ടിച്ചു കൊടുക്കുന്നതാ നല്ലതെന്നൊക്കെ ഉപദേശം കൊടുത്ത് ഈ ജാതക അമ്മയെ കൊണ്ട് സമ്മതിപ്പിച്ചൂടെ? നീ എന്തായി പറയുന്നത് വസന്ത? ഇതെല്ലാം ഒറ്റടിക്കങ്ങ് സമ്മതിച്ചാ ആഴ്ചയിലൊരിക്കൽ കയ്യിലോട്ട് കിട്ടുന്ന ഫീസ് മിസ്സായി പോവില്ലേ? മതിയാക്ക്. എന്തെങ്കിലും ബുദ്ധിമോശം വിളിച്ചു പറഞ്ഞു വേദപണ്ഡിതരുടെ മനസ്സിനെ വേദനിപ്പിക്കാൻ നിൽക്കരുത്. നിന്റെ സ്വഭാവം മാറ്റിയാ നല്ലത്. സോറി അമ്മേ. ജോത്സര് വന്നോളൂ. പറയൂ ജോത്സരെ. ഇനി ഈ വീട്ടിൽ ആരും എന്നെ ഒന്നും പറയില്ലമ്മേ. ഇത്രയും നാള് നിങ്ങളുടെ കാത്തിരിപ്പിനും എന്റെ പരിശ്രമത്തിനും ഫലമുണ്ടായി. എന്താ പറയുന്നത്? ഭരണി നക്ഷത്രം, 4-ാം പാദം, മേടരാശി, കാർത്തിക മാസം, വെള്ളിയാഴ്ച ദിവസം ജനിച്ചൊരു പെൺകുട്ടിയുണ്ടമ്മ. സത്യമാണോ? സത്യമാണ് മോളെ. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നല്ലൊരു ജാതകം കിട്ടി മോളെ. ആ കുട്ടിയുടെ പേരെന്താ? കുടുംബ വിവരങ്ങളൊക്കെ എവിടെയുള്ളത്? എല്ലാം വിശദമായിട്ട് പറയാം മോളെ. ഇന്ന് ആ ഫോട്ടോ നോക്ക് മോളെ. പെണ്ണിന്റെ പേര് പവിത്ര. വീട്ടൊക്കെ പൂർത്തിയാക്കി. അച്ഛനും അമ്മയും ലോകനാഥൻ, തുളസി. ഒരേ ഒരു മകളാ. വീട് അശോകനഗറിലാ. പണിക്കര് ഈ സമയം കൊണ്ട് നമ്മളെ കുറിച്ച് എന്തായാലും പറഞ്ഞു കാണും. എന്താണ് അവ ഫോൺ വിളിച്ച് പറയാൻ പോകുന്നത്? അവരാഗ്രഹിക്കുന്ന ജാതകം നമ്മളുടെ മകളുടേതായത് അവളുടെ ഭാഗ്യം. തീർച്ചയായും ഈ കല്യാണം നടക്കും. ആസ്തി കൊണ്ട് നിങ്ങളുടെ അത്ര വരില്ലെങ്കിലും ഉള്ളത് ഒരേ ഒരു മോളാ. സ്വത്തിന് അവകാശി അവളാ. അവരുടെ നമ്പർ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. സംസാരിച്ചതിന് ശേഷം നമുക്ക് നേരിട്ട് പോയി കാണാമേ. അതിനുശേഷം എല്ലാം മംഗളമായി നടന്ന തടസ്സമില്ലാതെ കല്യാണം വരെ എല്ലാം നടക്കും. എന്നാ ഞാൻ ഇറങ്ങട്ടമ്മേ. എന്ന് ശരി അങ്ങനെ ആയിക്കോട്ടെ. ജോത്സരെ. ശ്രീകറിനോട് സംസാരിച്ച് ഞാൻ വിവരങ്ങൾ അറിയിക്കാം. നന്ദി ജോത്സരെ. നമസ്കാരം. നമസ്കാരം. പെൺകുട്ടിയെ കാണാൻ പാവക്കുട്ടി പോലെയുണ്ടല്ലേ? അതെ വേദ, നല്ല സുന്ദരിയാ. ഒരുപാട് കാലത്തെ എന്റെ സ്വപ്നം സത്യമാവാൻ പോവാ. ഇങ്ങ തന്നെ നോക്കട്ടെ. നിങ്ങൾ ഇത്രയും കാലം കാത്തിരുന്നത് ഇത്ര സൗന്ദര്യത്തിന് വേണ്ടിയാണോ? അയ്യേ, എനിക്കിതിനെ തീരെ ഇഷ്ടപ്പെട്ടില്ല. കണ്ണോ മൂക്കോ അങ്ങനെ ഒന്നും പോരാ. എന്റെ മോളുടെ കാല് പോലും ഇതിനേക്കാളും നല്ലതാ. ഒന്നിങ്ങോട്ട് തന്നേ ചേച്ചി. നോക്കുന്നേ, ഈ പെണ്ണിനേക്കാൾ കാവ്യ 1000 ടൈംസ് ബെറ്റർ ആമേ. എടുത്തു ചാടി തെറ്റായ തീരുമാനങ്ങളൊന്നും എടുക്കല്ലമ്മേ. മതിയാക്ക് 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 മതിയാക്ക്. പുറത്തുനിന്നൊരു പെണ്ണ് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെന്ന് കരുതി ഇത്രമാത്രം കുശുമ്പ് കാണിക്കരുത്. പെൺകുട്ടിയുടെ രൂപത്തെക്കാൾ നിങ്ങൾ അവളുടെ ജാതകത്തെക്കുറിച്ച് ചിന്തിക്കാൻ നോക്ക്.
കുട്ടി കാണാനും നല്ല സുന്ദരിയാണ്. പിന്നെ നിങ്ങൾക്ക് എന്ത് വേണം? അപ്പനപ്പൂപ്പന്മാർ ഈ നാടിന് കൊടുത്ത വാക്ക് തെറ്റുന്ന അവസ്ഥ സ്വപ്നത്തിൽ പോലും വരരുതെന്ന് ഉറക്കത്തിൽ പോലും പ്രാർത്ഥിക്കുന്നവളാണ് ഞാൻ. വേദവതി, ഈ സമയത്ത് നീ സന്തോഷിക്കില്ലേ വേണ്ടത്, വിഷമിക്കരുത്. അവര് പറയുന്നത് കാര്യമാക്കണ്ട. ഞാൻ എത്ര യാഗങ്ങളും യജ്ഞങ്ങളും നടത്തിയാലും ആഗ്രഹിക്കുന്ന മരുമോള് വരില്ലെന്ന് ശപഥം ചെയ്തിരുന്നവരാ. ഇപ്പൊ എന്തായി? ഇത്തിരി വൈകിയാലും നമ്മൾ കണ്ടുപിടിച്ചില്ലേ? അതുകൊണ്ടാ പറയുന്നത്, ദൈവത്തിന്റെ കാര്യങ്ങൾക്കും നാട്ടുകാരുടെ കാര്യങ്ങൾക്കും തടസ്സം നിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് ദൈവം തന്നെ ഒരു പരിഹാരം കാണിച്ചു തരുമെന്ന്. എനിക്ക് ശേഷം അന്നപൂർണ ദേവിയുടെ മുക്കുത്തി അണിയാൻ ഒരു മരുമകളെ കിട്ടിയെന്ന് നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും അറിയണം. ആവട്ടെ വേദവതി, ചെയ്യാം. എനിക്ക് പിടിവാശിയാണെന്ന് കുറ്റം പറഞ്ഞ എല്ലാവരെയും ഈ ശുഭവാർത്ത പെട്ടെന്ന് എനിക്ക് അറിയിക്കണം. ശരി. ആരെക്കാളും മുൻപ് എന്റെ ശ്രീകരെ ഇത് അറിയിക്കണം. വേദവതി, അവനിപ്പോ മീറ്റിംഗിലായിരിക്കും. കുറച്ച് കഴിഞ്ഞിട്ട് പറയാന്ന്. അവൻ മീറ്റിങ്ങിന് പോയിട്ടില്ലെങ്കിൽ അവൻ എടുക്കുമല്ലോ അല്ലേ? ഞാൻ പെട്ടെന്ന് തന്നെ സംസാരിച്ചോളാം. എത്രയും പെട്ടെന്ന് എന്റെ മരുമകള് വരും എന്നുള്ള കാര്യം എനിക്ക് അവനോട് പറയണം. അവസാന നിമിഷമെങ്കിലും എന്തെങ്കിലും ഒരു അത്ഭുതം നടക്കുമെന്ന് നീ ആഗ്രഹിച്ചിരുന്നതല്ലേ? ഇപ്പൊ അതും ഇല്ലാതായില്ലേ? ശ്രീകർ കാവ്യെ തന്നെ കെട്ടുമെന്ന് പറഞ്ഞു. ഇനിയിപ്പോ കാവ്യ പുറത്താരെങ്കിലും കെട്ടണം. നടക്കാൻ പോകുന്ന ശുഭകാര്യം തടയാൻ കഴിയില്ലേ ചേച്ചി? ഒന്ന് പറയുമ്പോഴേക്കും ഉത്സവം നടക്കൂ. ഇവിടെയുള്ളവരെല്ലാം അവരുടെ വീട്ടിലേക്ക് പോണം. പെണ്ണു കാണൽ ചടങ്ങ് നടക്കണം. ഇതിനിടയ്ക്ക് എന്തൊക്കെ നടക്കുമെന്ന് ആർക്കറിയാം? ഈ അവസ്ഥയിലും നിന്റെ ആഗ്രഹങ്ങൾ നശിക്കാതെ എന്തോ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ശ്രീകരന്റെ കല്യാണത്തിന് എന്തോ ഒരു കാര്യം ഉണ്ടായിരിക്കുമല്ലോ വസന്തേ. അവനി, താൻ ഇവിടെ ഇരുന്നോളൂ. ഞാൻ വേഗം പോയി മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ട് വരാം. ശരി ശ്രീകർ. മേ കം ഇൻ സർ? வாங்க மிஸ்டர் ஸ்ரீகர், வாங்க. எப்படி இருக்குங்க? ஐ அம் ஃபைன் சார். ப்ளீஸ் டேக் யுவர் சீட். இட்ஸ் ஓகே சார். മീറ്റിംഗിലാണെന്ന് തോന്നുന്നു. മീറ്റിംഗിലായിരിക്കും എന്ന് പറഞ്ഞതല്ലേ. സർ, നമ്മുടെ അടുത്തുള്ള ഡിജിറ്റൽ പ്രൊഡക്ട്സ് മാർക്കറ്റിലുള്ള ചില പ്രൊഡക്ട്സിനെ ഓവർടേക്ക് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ട്രൂ. സോ ഇപ്പോൾ നമുക്ക് கண்டினியூ மிஸ்டர் ஸ்ரீகர். സോറി സർ. ഇപ്പോൾ നമുക്ക് സഫീഷ്യൻറ്റ് ക്യാപിറ്റൽ ഉണ്ടെങ്കിലേ പ്രൊഡക്ട്സിനെ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കാൻ പറ്റൂ, റൈറ്റ്? യെസ്. വി ഡോണ്ട് ഹാവ് ദാറ്റ് മച്ച് ക്യാപിറ്റൽ. സോ ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ மிஸ்டர் ஸ்ரீகர்,
யார் இந்த பொண்ணு? ഗേൾഫ്രണ്ടാ? நோ, அப்போ அந்த பொண்ணு யாரு? ரொம்ப வேண்டப்பட்ட பொண்ணு. சென்னையில் ஒரு வேலைக்காக என் கூட வந்தேன். சரி சரி, கண்டினியூ ஸ்ரீ. Shrikar, don't divert. Concentrate on meeting. സർ, ഈ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ മാർക്കറ്റിലുള്ള പ്രൂവ്ഡ് ബിസിനസ് പേഴ്സൺസിനോട് ഡിസ്കസ് ചെയ്ത് അവരും നമ്മളും മിങ്കിൾ ആയിട്ടിരിക്കണം. அவன் இங்குதான் இருக்கு, மனசு அங்கே இருக்க போல. ஆமா சார், சம்திங் நடக்குது. அது சரி, நம்ம கம்பெனி ടൂറിസം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പറഞ്ഞ് കോൺസെപ്റ്റ് റെഡിയാക്കാൻ വേണ്ടി சொல்லியிருந்தானே, ചെയ്തിരുന്നോ? ടെൽ മീ ശ്രീകർ. അത് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക സാർ. ഇപ്പോഴേ ലേറ്റ് ആയിട്ടുണ്ട്. നീ എന്ത മാതിരി ചെയ്യുമെന്ന് കരുതിയില്ല. വർക്ക് ഡെഡിക്കേഷൻ കുറഞ്ഞ് വേറെ ഏതോ റൂട്ടിലെ പോകുന്ന മാതിരി താൻ തരിയത്. സർ, നോ സർ. യു ഹാവ് ഡിസപ്പോയിന്റഡ് മീ. നിനക്ക് പണിയിൽ ഇൻട്രസ്റ്റ് ഇല്ലാതായിട്ടുണ്ടോ? അങ്ങനെയൊന്നും ഇല്ല സർ. എക്സ്ക്യൂസ് മീ സർ. ഐ ആം ആവണി. ശ്രീകറിന്റെ കൂടെ വന്നതാ. ടൂറിസത്തെ കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങള് പറയാൻ പറ്റുമോ? ഓ, ഇങ്ങനെ അപ്രോച്ച് ചെയ്യുന്നത് മേ ബി ഐ ആം റോങ്. പക്ഷേ ഞാൻ പറയാൻ പോകുന്ന കോൺസെപ്റ്റ് വളരെ ശരിയായിരിക്കും. ഗിവ് മി എ ചാൻസ്. ഓക്കെ, കം. ടൂറിസ്റ്റ് സ്പോട്ടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സ്ലൈഡ്സ് ഉണ്ടോ? യാ, യാ. ഷാൽ ഐ സ്റ്റാർട്ട് സർ? പ്രൊസീഡ്. താങ്ക് യു സർ. ബേസിക് ആയിട്ട് എല്ലാവരും ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ സമ്മാന കൂപ്പൺ അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ക്ലബ്ബുകളിലേക്ക് വിളിച്ച് വെക്കേഷൻസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കാരണം ആർക്കായാലും ശരിക്കും ഇറിറ്റേഷൻസ് തോന്നും. സോ നമ്മൾ അതുപോലുള്ള ക്ലബ്ബുകളായിട്ടൊന്നും ടൈപ്പ് ആവരുത്. നമ്പർ 2, മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്. ന്യൂലി മാരീഡ് കപ്പിൾസിന് ഏത് സ്പോട്ടായിരിക്കും നല്ലത്? കിഡ്സിന് സമ്മർ വെക്കേഷൻ, പ്രായമായവർക്ക് തീർത്ഥാടന കേന്ദ്രങ്ങൾ. ഓരോ ആളുകളുടെയും ഏജ് നോക്കി സ്ഥലങ്ങളെ കുറിച്ച് അവരോട് പറയണം. അപ്പോഴേ അവർ നമ്മളായിട്ട് കണക്ട് ആവും. ഫോർ എക്സാമ്പിൾ, അവൻ വീണ്ടും കട്ട് ചെയ്തല്ലോ. അവ മീറ്റിങ്ങിന് പോയതാണെങ്കിൽ ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് നീ തന്നെയല്ലേ പറയാറ്? ഇന്നെന്താ നീ ഇങ്ങനെ വിഷമിക്കുന്നേ? മരുമകളെ കിട്ടിയെന്നുള്ള ശുഭവാർത്ത എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ ശ്രീയെ അറിയിക്കണം. നിന്റെ കോൾസ് അവൻ കണ്ടിട്ടുണ്ടാവും. ഫ്രീ ആയാ വിളിച്ചോളും. സോ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ സ്റ്റേറ്റ് ടൂറിസത്തിനും നല്ല പേരുണ്ടാവും.
വാല്യുബിൾ സജഷൻസ്. താങ്ക് യു സർ. ടൂറിസത്തെ കുറിച്ച് ഇത്ര പ്രമാദമായിട്ട് എങ്ങനെ പറഞ്ഞു? അവൾ എറണാകുളത്തെ നമ്പർ 1 ടൂറിസ്റ്റ് ഗൈഡാ സർ. ഗ്രേറ്റ്. അവൾക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട്. നിന്നെ ഒന്ന് ചീത്ത പറഞ്ഞപ്പോ അവൾക്ക് ഫീൽ ചെയ്തു വന്നതാ. നല്ല ഐഡിയാസും തന്നു. അങ്ങനെ ഒരു പൊണ്ണ് നിന്റെ ലൈഫ് പാർട്ട്ണറായി വന്നാ നിന്റെ ലൈഫ് വേറെ ലെവലാകും. ഓക്കെ, നാളത്തെ മീറ്റിംഗിനെ കുറിച്ച് നിനക്ക് അപ്ഡേറ്റ്സ് വരും. യു ഷാൽ ഗോ നൗ. താങ്ക് യു സർ. അവനി മാഡം, താൻ ഞെട്ടിച്ചല്ലോ. സാറ് തനിക്ക് നല്ല ഫ്യൂച്ചർ ഉണ്ടെന്നാ പറഞ്ഞത്. നമുക്കെന്നാ പോവാം. മീറ്റിംഗ് അതെപ്പോഴേ കഴിഞ്ഞു. അമ്മ 2 പ്രാവശ്യം എന്നെ വിളിച്ചിരുന്നു. എന്തിനാ വിളിച്ചെന്നറിയില്ല. അമ്മയൊന്ന് കോൾ ചെയ്തിട്ട് നമുക്ക് ഇറങ്ങിയാ പോരെ? ഒരു മിനിറ്റ് ആവനി. ഓക്കെ. അയ്യോ, അയ്യോ, സ്വിച്ച് ഓഫ് ആയി പോയല്ലോ. എന്റെ വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടി വിളിച്ചായിരിക്കും. അതല്ലാതെ വേറൊന്നും കാണില്ല. ഹോട്ടലിൽ എത്തിയിട്ട് വിളിക്കാലോ. താൻ വാ. അച്ഛാ, ആ കൊറേ നേരായിട്ട് എന്തോ ആലോചിക്കുവാണല്ലോ. അച്ഛന്റെ ആലോചനകള് അനന്തമാണ് മോളെ. ചെറിയ കുട്ടികൾ ചോദിക്കാനും പാടില്ല, വലിയ ആളുകൾ അത് പറയാനും പാടില്ല. ശരിയെന്നാ അച്ഛൻ പറയണ്ട. എന്താ അച്ഛാ? ഇങ്ങ് വാ. നിനക്ക് ഹോംവർക്ക് തന്നിരുന്നോ? തന്നിരുന്നു. എന്നാ നീ ഇവിടെ ഇരുന്നിട്ട് ഹോംവർക്ക് ചെയ്തോണ്ടിരിക്കേ, ഞാൻ ഇപ്പൊ വരാം. ഇവിടെ